അന്ത്യോദയ അന്നയോജന പദ്ധതിയിലെ ഭക്ഷ്യധാന്യ വിതരണം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതോടെ കൊല്ലം ജില്ലയിലെ മഞ്ഞക്കാട് ഉടമകളും റേഷൻ കടകളും കടുത്ത പ്രതിസന്ധിയിലേക്ക്. സൗജന്യ റേഷൻ കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെ ഗുണഭോക്താക്കളുടെ ഭക്ഷ്യസുരക്ഷയും റേഷൻ വ്യാപാരികളുടെ വരുമാനവും ഒരുപോലെ ബാധിക്കുമെന്ന് ആശങ്ക ഉയരുന്നു. കൊല്ലം ജില്ലയിൽ അന്ത്യോദയ അന്നയോജന പദ്ധതിക്ക് കീഴിലുള്ള മഞ്ഞക്കാർഡുകാർക്കുള്ള ഭക്ഷ്യധാന്യ വിഹിതത്തിൽ കേന്ദ്ര സർക്കാർ 6707 കിൻഡൽ വെട്ടിക്കുറച്ചു. നിലവിൽ പ്രതിമാസം വിതരണം ചെയ്യുന്ന 16,553 കിൻഡൽ ധാന്യം 9,846 കിൻഡലായി കുറയും. ഇതോടെ ജില്ലയിൽ 1377 റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വരുമാനത്തിലും പ്രതിമാസം ഏകദേശം 20 ലക്ഷം രൂപയുടെ കുറവുണ്ടാകുമെന്നാണ് കണക്ക്. നിലവിൽ ജില്ലയിൽ വ്യാപാരികൾക്ക് പ്രതിമാസം കമ്മീഷൻ ഏകദേശം 3 കോടി രൂപയാണ് ലഭിക്കുക. ജില്ലയിൽ 47,294 AY കാർഡുകളിലായി 1,40,658 അംഗങ്ങളുണ്ട്. ഇതുവരെ ഓരോ കാർഡിനും അംഗങ്ങളുടെ എണ്ണം പരിഗണിക്കാതെ 35 കിലോ സൗജന്യ ഭക്ഷ്യദാനം ലഭിച്ചിരുന്നു. പുതിയ തീരുമാനപ്രകാരം ആളൊന്നിന് 7 കിലോയായി വിതരണം മാറും. ഇതോടെ രണ്ടംഗ കുടുംബത്തിന് ലഭിച്ചിരുന്ന 35 കിലോ സൗജന്യ റേഷൻ 14 കിലോയായി ചുരുങ്ങും. അത് ശരിയാണ്. പിന്നെ PHH കാർഡിന് നിലവിൽ ഒരാൾക്ക് 5 കിലോ വെച്ചാൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. AY കാർഡ് എന്ന് പറയുമ്പോൾ ഏകീകൃത അളവായിരുന്നു. എത്ര മെമ്പർ ഉണ്ടെങ്കിലും 35 കിലോ കിട്ടുമായിരുന്നു. ഇപ്പോൾ നിലവിലിപ്പോൾ ഇനി ഒരാൾക്ക് 7 കിലോ വെച്ചേ കിട്ടത്തുള്ളൂ. അപ്പം ഒരാളുണ്ടെങ്കിൽ 7 കിലോ കിട്ടത്തുള്ളൂ, 2 പേരുണ്ടെങ്കിൽ 14 കിലോ, ആ റേഞ്ചിലായിരിക്കും പോണത്. മറ്റേന്ന് പറഞ്ഞാൽ ഒരാളുണ്ടെങ്കിലും 2 പേരുണ്ടെങ്കിലും 3 പേരുണ്ടെങ്കിലും 35 കിലോ കിട്ടുമായിരുന്നു. അപ്പോൾ ആ അളവ് മൊത്തത്തെ പാടെ കുറയുമ്പോൾ അത് മൊത്തത്തിൽ നമ്മളെയും ബാധിക്കും. എല്ലാവരും. മണ്ണെണ്ണയും ബാധിച്ചിട്ടുണ്ടോ? മണ്ണെണ്ണ ഇപ്പം 3 മാസത്തേക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാ അതിൻ്റെ അളവ്. സൗജന്യ റേഷൻ കുറഞ്ഞാൽ ആവശ്യമായ അരിയും ഗോതമ്പും കൂടുതൽ വില നൽകി തുറന്ന വിപണിയിൽ നിന്ന് വാങ്ങാൻ ഗുണഭോക്താക്കളും നിർബന്ധിതരാകും. അതേസമയം കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ ഈ തീരുമാനം ഏറെ ബാധിക്കുക മത്സ്യമേഖലയായിരിക്കും. പ്രളയ സമയത്ത് പോലും സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് ആ സമയത്ത് കൊടുത്ത സൗജന്യ അരിയുടെ വില ചോദിച്ചവരാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ റേഷൻ സൗജന്യമായി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു അരിയിലാണ് ഇപ്പോൾ കയറി കടക്കൽ കത്തിവെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പലർക്കും സൗജന്യ അരി നഷ്ടപ്പെടാനും ഇടയാക്കും. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.